1BN ന്യൂസിലേക്ക് വിശദമായി. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധിയുടൻ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഹർജിയിലെ വാദം പൂർത്തിയായി. കേസിൽ അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ഹർജിയിലാകും കോടതി ആദ്യം വിധി പറയുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ കേസിന്റെ വിശദാംശങ്ങൾ കോടതിയെ അറിയിച്ച പ്രോസിക്യൂഷൻ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, എപ്പോൾ വിധിയുണ്ടാകും? ഉന്മേഷ, കോടതി പിരിയുന്ന സമയത്ത് ഒരു മണിക്കൂറിനകം അത് നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ വിധി പറയുമെന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷം മാത്രം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ന് വിധി പറയുമെന്നുള്ള കാര്യം കോടതി വിധിക്കുമെന്നുള്ളതായിരുന്നു നമുക്ക് നിലവിൽ ലഭിച്ച വിവരം. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോടതി നടപടികൾ നീളുകയാണ്. അതായത് നിലവിൽ ഇപ്പോൾ കോടതി നടപടിയല്ല, പകരം ഇത് പറഞ്ഞുകൊണ്ട് ചേംബർ പിരിഞ്ഞു, ചേംബർ അകത്തേക്ക് പോയി. അതിനുശേഷം ഉടനെ വിധിക്കായി കോടതി വീണ്ടും ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നും പുതിയ ചില കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനം മിസ്കാരേജുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നിർബന്ധിത ഗർഭചിത്രം അല്ലെങ്കിൽ ശാസ്ത്രീയ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ കൊണ്ടുവന്നത്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാന സ്വഭാവത്തിലുള്ള മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇന്ന് കോടതിയെ അറിയിച്ചു. അതിന് FIR അടക്കം കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് സമാന സ്വഭാവം, അതായത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, ഉപദ്രവിക്കൽ തുടങ്ങിയ വകുപ്പുകൾ തന്നെയാണ് ആ കേസിലുമുള്ളത്. ആ കേസ് കൂടി ഗൗരവമായി പരിഗണിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രതിഭാഗം ഇന്ന് നോട്ട് ടു അറസ്റ്റ് ഹർജിയാണ് നൽകിയത്. മാത്രമല്ല, ഒരു പ്രിവിലേജ്ഡ് പേഴ്സൺ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കും. അതിനപ്പുറത്തേക്ക് കേസിൽ ബലാത്സംഗം എങ്ങനെ നിലക്കുമെന്നുള്ള ഇന്നലത്തെ വാദത്തെ ഇന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പ്രധാനമായും ഉയർത്തി. പ്രതിഭാഗത്തിന് വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശാസ്തമംഗലം അജിത് കുമാർ ഒപ്പം ശേഖർജി തമ്പി എന്ന രണ്ട് അഭിഭാഷകരാണ് ഹാജരായത്. ഇവർ രണ്ടുപേരും സമാനമായി തന്നെ, അതായത് ഈ പ്രതി അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് കോടതിയെ അറിയിച്ചു. മാത്രമല്ല, ഇതിൽ ബലാത്സംഗം നിലനിൽക്കില്ല, ഈ നിർബന്ധിത ഗർഭചിത്രം എന്നുള്ള കാര്യം എങ്ങനെ നിലനിൽക്കും? ഇന്നലെ കോടതിയിൽ സീൽഡ് കവറിൽ തന്ന ഡിജിറ്റൽ തെളിവുകൾ, അത് മുൻകൂർ ജാമ്യാപേക്ഷ തീരുമാനമെടുക്കുന്ന സമയത്ത് കോടതി ഗൗരവമായി കാണണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്രതിഭാഗം പറഞ്ഞു. അതിനുശേഷമാണ് ഈ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ വിധി പറയാൻ, ഒരു മണിക്കൂറിനുള്ളിൽ വിധി പറയാൻ കോടതി തീരുമാനിച്ച് കോടതി പിരിഞ്ഞത്. അല്പസമയത്തിനുള്ളിൽ കോടതി വീണ്ടും ചേർന്ന നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് തടയണമെന്നുള്ള പ്രതിഭാഗത്തിന്റെ ഹർജിയിലായിരിക്കും വിധി പറയുക. അതിനുശേഷം ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ കാര്യത്തിൽ എപ്പോൾ വിധി എന്നുള്ള കാര്യം കോടതി പറയും, ഏത് സമയം എന്നുള്ള കാര്യം കോടതി പറയും. പക്ഷേ നിലവിലത്തെ കോടതിയുടെ ഈ ഒരു സ്വഭാവം വെച്ച്, കോടതി നടപടികൾ പുരോഗമിക്കുന്ന സ്വഭാവം വെച്ചുകൊണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലിൽ ഇന്ന് വിധി പറയാൻ സാധ്യതയില്ല. പകരം അതിൽ കൂടുതൽ വിശദമായ വാദങ്ങൾ കേൾക്കും. പ്രത്യേകിച്ച് ഈ പുതിയൊരു പരാതി വന്ന സാഹചര്യത്തിൽ FIR കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത സാഹചര്യത്തിൽ ആരാണ് പരാതിക്കാരി, ആ പരാതിയുടെ ഗൗരവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കേസിന്റെ തുടരന്വേഷണം, തുടർ നീക്കങ്ങളൊക്കെ കോടതി ഗൗരവമായി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വിധി പറയുക. ഷഫീദ്, സാധാരണഗതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി അതിൽ വേഗത്തിൽ തീരുമാനമെടുക്കാറുള്ളതാണ്. ഇപ്പോൾ ഈ അധിക രേഖകൾ ഉൾപ്പെടെ കോടതി പരിശോധിക്കുകയാണല്ലോ ഷഫീദ്. കൂടുതൽ സമയമെടുക്കുന്നുണ്ടല്ലോ ഷഫീദ്. ഉന്മേഷ്, ഉറപ്പായിട്ടും ഈ സെഷൻസ് കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സാധാരണയുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് പരമാവധി അറസ്റ്റ് വേണോ, അല്ലെങ്കിൽ തെളിവ് ശേഖരണത്തിനും അതേപോലെ പ്രതിയുടെ അറസ്റ്റും എത്രത്തോളം അനിവാര്യമാണെന്നുള്ള കാര്യത്തിലാണ് വാദം നടക്കുന്നത്. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. നമ്മൾ കണ്ടു, ഇതിൻ്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കും മുൻപ് പ്രതിഭാഗം സീൽഡ് കവറിൽ കുറച്ച് കാര്യങ്ങൾ ഹാജരാക്കുന്നു. പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഇത് ക്ലോസ്ഡ് കോർട്ടിൽ വേണം, അതല്ലെങ്കിൽ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ഇക്കാര്യം വേണം എന്നുള്ള കാര്യം അത് ആവശ്യപ്പെടുന്നു. അതിന്മേലാണ് ഇന്നലെയൊക്കെ നമ്മൾ വാദം കേട്ടത്. ഇന്നും അടച്ചിട്ട മുറിയിലാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ വാദം കേട്ടത്. ആ വാദം നടക്കുന്ന സമയത്ത് പരമാവധി തെളിവുകൾ പരിശോധിക്കണമെന്നുള്ള ആവശ്യം അത് പ്രതിഭാഗം ഉന്നയിച്ചു. അതായത് ഞങ്ങൾക്ക് പക്കൽ കുറച്ച് തെളിവുകളുണ്ട്, ഇത് സ്റ്റാൻഡ് ചെയ്യുന്ന കേസല്ല, നിലവിൽ ചുമത്തിയിരിക്കുന്ന ബലാത്സംഗം അതേപോലെ തന്നെ നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നിലനിൽക്കും, അത് ക്രോസ് ചെയ്യുന്ന തെളിവുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സീൽഡ് കവറിൽ ചില വിവരങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, രേഖകളടക്കമുള്ള കാര്യങ്ങൾ അത് കൈമാറിയത്. അതടക്കം കോടതി വിശദമായി പരിശോധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഇന്ന് കോടതിയിൽ സമർപ്പിച്ച പുതിയ കേസിന്റെ FIR, മറ്റു വിവരങ്ങളടക്കം കോടതി വിശദമായി പരിശോധിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ടാണ് നോട്ട് ടു അറസ്റ്റിൽ ആദ്യം വിധി പറയാം എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉടൻ ഈ കേസ് വിധി പറയാനായി, അതായത് നോട്ട് ടു അറസ്റ്റിൽ വിധി പറയാനായി ഉടൻ പരിഗണിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് അധികമായി ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുണ്ട് ഷഫീദ് പ്രോസിക്യൂഷൻ?
പ്രോസിക്യൂഷന്റെ ഇക്കാര്യത്തിലെ പ്രധാനപ്പെട്ട വാദം, അതായത് അശാസ്ത്രീയമായ ഗർഭചിത്രം, അത് ഒരു ഗൗരവമുള്ള കേസാണ്. അതിൽ ബെയിൽ കൊടുക്കാൻ കഴിയാത്ത വളരെ ഗൗരവമുള്ള കേസാണ്. ആ കേസിന്റെ തുടർ നടപടികൾക്ക് ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട്. പീഡനമടക്കം സംഭവിച്ചു എന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ചില തെളിവുകൾ, ചില CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂടാതെ പ്രതി സംസ്ഥാനത്തിന് പുറത്ത് കഴിഞ്ഞ 7 ദിവസമായി ഒളിവിൽ തുടരുകയാണ്. പോലീസ് സംഘം ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് മറ്റ് 2 സംസ്ഥാനങ്ങളിൽ അന്വേഷണം പ്രതിക്കായി നടത്തുന്നുണ്ട്. പ്രതിയെ സഹായിച്ച 2 പേരെ, പ്രതിയെ ഒളിവിൽ കഴിയാൻ രക്ഷപ്പെടാനൊക്കെ സഹായിച്ച 2 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കരുത്. മാത്രമല്ല, അറസ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേസിന്റെ തുടർ നീക്കങ്ങളെ ബാധിക്കും. പ്രത്യേകിച്ച് ഈ കേസിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തേണ്ട കാര്യമുണ്ട്. മാത്രമല്ല, ഈ പ്രതി സ്വാധീനമുള്ള ആളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഗൗരവമായി പരിഗണിക്കണമെന്നൊക്കെ കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് ഇനി ഇക്കാര്യത്തിൽ നോട്ട് ടു അറസ്റ്റ് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ഏതായാലും തൊട്ടടുത്ത മണിക്കൂറിൽ നമുക്ക് അക്കാര്യത്തിൽ വിവരങ്ങൾ അറിയാം. ഉന്മേഷ്, തുടരുക ഷഫീദ്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി വരും. ഷഫീദ് റാവുത്തർ തുടരുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. വ്യാപക തിരച്ചിലിനിടയിലും 8ാം ദിനവും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ തന്നെ. രാഹുലിനെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ വരെ ബംഗളൂരുവിൽ രാഹുലിനായി അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും കർണാടകയിലെ ബാഗലൂരിലും ഒടുവിൽ ബംഗളൂരുവിലും എത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഇവിടങ്ങളിൽ പല സംഘങ്ങളായി എത്തിയെങ്കിലും രാഹുലിനെ പിടികൂടാനായില്ല. ബംഗളൂരുവിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പുലർച്ചെ വരെ പോലീസ് പരിശോധന നടത്തി. രാഹുലിനെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലെത്തി രാഹുൽ കീഴടങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഇതിനിടെ രാഹുലിനെതിരായ പുതിയ പരാതിയിലെ FIR വിവരങ്ങൾ പുറത്തുവന്നു. കേസിൽ രാഹുലിനെ മാത്രമാണ് പ്രതി ചേർത്തത്. ക്രൂരമായ ലൈംഗിക പീഡനം നടന്നെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും FIR-ലുണ്ട്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരിയുടെ പരാതിയിലാണ് കേസ്. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന് തനിക്കെതിരെ എടുത്ത കേസിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പരാതി നൽകി. വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് FIR എന്നാണ് പരാതി. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. 5ാം പ്രതി രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. 24 തിരുവനന്തപുരം. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിധി ഉടൻ വരാൻ പോവുകയാണ്. ഷഫീദ് റാവുത്തർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നാം തുടരുന്നുണ്ട്. ഷഫീദ്, ഇന്നലെ നടന്ന വാദം നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് രാവിലെയും കോടതിയിൽ വാദം നടന്നു. ഈ പ്രതിഭാഗം അധികമായി എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് കോടതിയെ അറിയിക്കാൻ ശ്രമിച്ചു ഷഫീദ്? ഉന്മേഷ, പ്രതിഭാഗത്തെ സംബന്ധിച്ച് പ്രധാനമായും വാദം നടത്തിയത് നോട്ട് ടു അറസ്റ്റിലാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയണമെന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും അവരുടെ വാദം ഉണ്ടായിരുന്നവർ പറയുന്ന കാര്യം ഇതൊരു കോൺസ്പിറസി നിറഞ്ഞ കേസാണ്. പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനെതിരായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ CPM BJP നെക്സസ് പ്രവർത്തിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ FIR-ൽ ആരോപിച്ചതുപോലെ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിൽ ആരോപിച്ചതുപോലെ അശാസ്ത്രീയ ഗർഭചിത്രം, അതേപോലെ തന്നെ ബലാത്സംഗം, ഈ 2 കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ അറസ്റ്റ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള എല്ലാ സഹകരണവും പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഇന്ന് പ്രതിഭാഗം അറിയിച്ചിട്ടുണ്ട്. അവർ നൽകിയിട്ടുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, ആ തെളിവുകളിൽ പ്രധാനമായും പറയുന്നത് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടി അതിജീവിത തന്നെ മറ്റൊരു സുഹൃത്തിനോട് വിവരങ്ങൾ തേടിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും അതടക്കമുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ അവർ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ അപ്പോഴും പറയുന്നത് ഇതൊരു സ്പെഷ്യൽ കേസാണ്, അസ്വാഭാവികമായിട്ടുള്ള കേസാണ്. പ്രത്യേകിച്ച് ഈ പ്രതിക്കെതിരെ മറ്റു ചില പരാതികൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. സമാന സ്വഭാവത്തിലുള്ള പരാതികളാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കണം. ഇനിയും കൂടുതൽ കേസുകൾ വന്നേക്കാം. ആ സാഹചര്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് വഴി സമൂഹത്തിൽ ഒരു നല്ല സന്ദേശം അക്കാര്യത്തിൽ നൽകും. അതല്ല, അതിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കുകയാണെങ്കിൽ ഒരു തെറ്റായ സന്ദേശമാണ് നൽകാൻ പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷനും തിരിച്ചടിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ കോടതിയുടെ മുൻപിൽ പല വിധത്തിലുള്ള രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷേ നമ്മൾ ഈ പതിവ് രീതിയല്ല കോടതി നടപടിയിൽ കാണുന്നത്. പകരം കൂടുതൽ തെളിവുകൾ ഇരുഭാഗവും ഹാജരാക്കുമ്പോൾ അക്കാര്യത്തിൽ വിശദമായ പരിശോധന കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇന്ന് 1 മണിക്കൂറിനകം നോട്ട് ടു അറസ്റ്റിൽ വിധി വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് നീണ്ടുപോവുകയാണ്. ഒരുപക്ഷേ കൂടുതൽ തെളിവുകൾ, ഡിജിറ്റൽ തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിശോധിക്കുകയാകാം. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഈ അറസ്റ്റ് തടയണം എന്നുള്ള പ്രതിഭാഗത്തിന്റെ ഹർജിയിൽ തീരുമാനമുണ്ടാവുക. ഉന്മേഷ്, ശരി, തുടരുക. ഷഫീദ് റാവുത്തറിലേക്ക് എത്താം. ആ വിധി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതിയുടെ വിധിയുണ്ടാകും.
രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനുമെതിരെ വിമർശനമുന്നയിച്ച KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസിനെ സംഘടനയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് MA ഷഹനാസിന്റെ പ്രതികരണം. സംസ്കാര സാഹിതിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്നാണ് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിൽ MPക്കെതിരെ KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ് നിലപാട് കടുപ്പിച്ചു. ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഫേസ്ബുക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടു. പക്ഷേ നിലപാട് തിരുത്തില്ലെന്ന് പറഞ്ഞു. ഇതോടെ സൈബർ ആക്രമണം ശക്തമായെന്ന് MA ഷഹനാസ്. ഇപ്പോൾ സംസ്കാര സാഹിതിയുടെ തന്നെ അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ആളുകളൊക്കെ ഈ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിൻ്റെ ആളുകളാണ്. പരസ്യമായിട്ട് നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നത് പോലെ വരെ സംസാരിച്ചിട്ട് ഞാൻ പരാതി DCC ഓഫീസിലടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് KPCC സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കിയത്. എന്നാൽ സാംസ്കാരിക സാഹിതിയുടെ കാര്യങ്ങളിൽ DCC ഇടപെടാറില്ലെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. ബൈറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലെ പല പെൺകുട്ടികൾക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പലരും ഭയം കൊണ്ടാണ് പുറത്ത് പറയാത്തതെന്നും ഷഹനാസ് പറഞ്ഞു. 24 കോഴിക്കോട്. ആ വിധി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏവരും. മനീഷ് മഹിവാൽ കൂടി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മനീഷ്, കോടതിയുടെ വിധി അത് വളരെ വേഗത്തിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ഈ സമാന്തരമായി രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ അതെങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മനീഷ്? ഉന്മേഷ്, അതായത് ഈ കേസിൽ അന്വേഷണ സംഘം രാഹുലിന്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാംഗ്ലൂരിലാണ് ഇപ്പോൾ നിലവിൽ SIT ഉള്ളത്. നേരത്തെ രാഹുലിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവറെ ഇയാളുടെ കൂട്ടാളിയെയും നിലവിൽ SIT ചോദ്യം ചെയ്ത് വരികയാണ്. വരുന്ന മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SITയുടെ കയ്യിൽ, അതായത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നലെ തന്നെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SIT രാഹുലിന്റെ അരികിലേക്ക് എത്തി. ഈ കേസിൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിന്റെ സാവകാശം ഇന്നോ നാളെയോ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ രാഹുൽ പിടികൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ പ്രതിഭാഗം അതിനു മുന്നേ തന്നെ നോട്ട് ടു അറസ്റ്റ് ഹർജി കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഈ നോട്ട് ടു ഹർജിയിൽ കോടതി അത് പരിഗണിച്ച് രാഹുലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട, കാരണം രണ്ട് കേസുകളും സമാന സ്വഭാവമുള്ള കേസുകളാണ്. ഈ കേസിൽ ശാസ്ത്രീയമായ കൂടുതൽ കാര്യങ്ങൾ കൂടി കോടതിക്ക് പരിശോധിക്കാറുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ് ഏറെക്കുറെയും രണ്ട് കൂട്ടരും കോടതിയിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോടതി എത്തിയാൽ, നോട്ട് ടു അറസ്റ്റ് കോടതി അംഗീകരിച്ചാൽ അത് പ്രതിഭാഗത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പിടിവള്ളിയാകും. കാരണം രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ സാങ്കേതികമായി അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ കേസ് FIR രജിസ്റ്റർ ഉണ്ടെങ്കിൽ കൂടി ആ കേസിൽ പരാതിക്കാരിയില്ല. ഒപ്പം തന്നെ അതിൽ പ്രാഥമികമായി രേഖപ്പെടുത്തേണ്ട മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ അന്വേഷണ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അതിൽ മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ പരാതിക്കാരിയെ കണ്ട ശേഷമായിരിക്കും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക. അതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ നിലവിൽ അന്വേഷണ സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയാണ് വ്യക്തമായ തീരുമാനമെടുക്കേണ്ടത്. രാഹുലിൻ്റെ അരികിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ നോട്ട് ടു അറസ്റ്റ് എന്ന പ്രതിഭാഗത്തിൻ്റെ ഹർജി കോടതി അംഗീകരിച്ചാൽ ഇപ്പോൾ എത്ര അരികിലാണ് രാഹുലിൻ്റെ അടുത്ത് SIT നിൽക്കുന്നതെങ്കിൽ കൂടി SITക്ക് രാഹുലിനെ പിടികൂടാതെ തിരികെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെ ഉണ്ടായാൽ അത് പ്രതിഭാഗത്തിൻ്റെ വലിയ വിജയമാകുമെങ്കിൽ കൂടി വരുന്ന മണിക്കൂറുകളിൽ ഈ നോട്ട് ടു അറസ്റ്റ് എൻ്റെ തീരുമാനം പറഞ്ഞ ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുടെ തീരുമാനം കൂടിയാണ് നിർണായകം. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുൻപ് ലഭിക്കുന്നൊരു സാവകാശമായത് പ്രതിഭാഗത്തിന് മാറും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കർണാടകയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തുന്നു. ആദ്യം പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് എത്തുന്നു. കോയമ്പത്തൂരിൽ നിന്നും ഒരു ചുവന്ന കാറിലാണ് ബാഗലൂർ എന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അങ്ങനെ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ നിന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെത്തിയ രാഹുലിനെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും അന്വേഷണ സംഘത്തിലില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ കൂട്ടാളികളെ കിട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വരുന്ന മണിക്കൂറുകളിൽ രാഹുൽ പിടികൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗം നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജിയുമായി ഇന്ന് രാവിലെ കോടതിയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോട്ട് ടു അറസ്റ്റിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നോട്ട് ടു അറസ്റ്റ് ഒരു തീരുമാനം പറഞ്ഞാൽ
എന്ന് വിധി ഉണ്ടാകും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിക്ക് സാങ്കേതികമായി ചില കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച് ചിലപ്പോൾ ഇന്ന് വിധി ഉണ്ടാവുകയില്ല. ഇന്ന് അന്തിമമായ വാദങ്ങൾ പരിശോധിച്ച് നാളേക്കുണ്ടാകും. അങ്ങനെ നാളെ വരെയുള്ള സമയം പ്രതിഭാഗത്തിന് ലഭിക്കും. അങ്ങനെ നോട്ട് ടു അറസ്റ്റ് കോടതി അംഗീകരിച്ചാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നാളെ വരെയും രാഹുലിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല. നാളെ ഇതിൻ്റെ വാദം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ലെങ്കിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചാൽ മാത്രമേ പിന്നീട് രാഹുലിനെ SITക്ക് പിടികൂടാൻ സാധിക്കുകയുള്ളൂ. അതുവരെയുള്ള വലിയ മണിക്കൂറുകൾ പ്രതിഭാഗത്തുണ്ടെങ്കിൽ രാഹുലിന് കിട്ടുന്ന ഒരു വലിയ പിടിവള്ളിയായി മാറും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്നൊക്കെ തന്നെ കോടതിയിൽ പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. ഈ കേസിൻ്റെ രാഷ്ട്രീയ സ്വഭാവം കൂടി മനസ്സിലാക്കണം. സമൂഹത്തിൽ ഒരു നിയമസഭാ സാമാജികനെതിരെ ഉയർന്ന പരാതിയാണ്. പക്ഷേ രാഹുൽ ഒരു ക്രിമിനലാണ്, 8 ദിവസമായി അന്വേഷണ സംഘത്തിനോട് സഹകരിക്കുന്നില്ല തുടങ്ങിയ വാദഗതികൾ പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ടാമതും രാഹുലിനെതിരെ ഒരു പരാതിക്കാരി മുന്നിൽ വന്നുവെന്നും പരാതിക്കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തുവെന്നും അത് ഗൗരവ സ്വഭാവത്തോടെ മനസ്സിലാക്കണമെന്ന് കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇനി കോടതി എടുക്കുന്ന തീരുമാനം അതിനിർണായകമായിരിക്കും. എന്താണെങ്കിലും വളരെ അനിതര സാധാരണമായ നടപടിക്രമം നടക്കുന്നു. ഇരയുടെയും അതായത് അതിജീവിതയുടെയും പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ആവശ്യപ്രകാരം ഇൻ ക്യാമറ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കടക്കം ഇത്തരം കാര്യങ്ങളിൽ ആദ്യം വിവരങ്ങൾ ലഭിക്കുന്നതിൽ കുറച്ച് പരിമിതിയും കാലതാമസമുണ്ട്. എന്താണെങ്കിലും ഉച്ചയ്ക്ക് ഈ കോടതി നടപടികൾക്ക് വേണ്ടി പിരിയുന്നതിന് ഇടവേളയ്ക്ക് മുൻപേ തന്നെ ഈ നോട്ട് ടു അറസ്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഇനി അതല്ല, ഉച്ചയ്ക്ക് ഇടവേളയ്ക്ക് ശേഷമായിരിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതി പറയുന്നതെങ്കിൽ ഏകദേശം 2 മണിക്കോ 2:30ക്കോ ഈ നോട്ട് ടു അറസ്റ്റിൽ കോടതി തീരുമാനം അറിയിച്ചേക്കും. ഉന്മേഷ്. ശരി, മനീഷ് മെഹ്വാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് ഒരു വ്യക്തിയുടെ അപജയമാണ്. MLA ആക്കിയെന്ന് കരുതി ചെയ്യുന്ന വൃത്തികേടുകൾക്ക് മറുപടി പറയാൻ കഴിയില്ല. MLA ഒളിവിൽ പോയിട്ട് 8 ദിവസമായെന്നും ഇത് ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതൊരു വ്യക്തിപരമായ കേസാണ്, ഇതൊരു രാഷ്ട്രീയ കേസൊന്നുമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു. ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളുമാണ് സ്വീകരിച്ചത്. അത് പൊതുജനങ്ങൾക്ക് അറിയാവുന്ന, അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമല്ലാതാകുന്നത്. അതൊരു വ്യക്തിക്കുണ്ടായ അപജയത്തിന് മേലുണ്ടായ സംഭവമാണ്. അതിന് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി ചെയ്യേണ്ട നടപടി ചെയ്തു. ഇനിയും മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇനിയും നടപടികൾ വേണ്ടി വന്നാൽ അത് സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാവും, സംശയമൊന്നും വേണ്ട. നമ്മുടെ ഒരാളിനെ MLA ആക്കി പോയി ആൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടിനും ഇപ്പം നമുക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റും, ഏതെങ്കിലും പാർട്ടിക്ക് പറയാൻ പറ്റും. ഗുരുതരമായ പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി വൈകുന്നതോടെ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഒറ്റപ്പെടുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതുവരെ നടപടി വേണ്ടെന്ന KPCC നിലപാടിന് പിന്നിൽ ഷാഫി എന്നാണ് വിമർശനം. പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവമായി എടുത്തില്ല എന്ന MA ഷഹനാസിന്റെ പരാതിയോടെ ഷാഫി പറമ്പിലിന്റെ രാഹുൽ അനുകൂല സമീപനം തുറന്നു കാട്ടപ്പെടുന്നുമുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള തീരുമാനം മുൻകൂർ ജാമ്യത്തിൽ ഉത്തരവ് വന്ന ശേഷം മതിയെന്നാണ് KPCC നേതൃത്വത്തിന്റെ ഉറച്ച നിലപാട്. ഹൈക്കമാൻഡ് നടപടിക്ക് പച്ചക്കൊടി വീശിയിട്ടും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കളും നടപടി ആവശ്യപ്പെട്ടിട്ടും KPCC നേതൃത്വത്തിന് കുലുക്കമൊന്നുമില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന 25-ൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ്. കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടുകൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. മുതിർന്ന നേതാക്കന്മാരുമായി AICCയുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. മുൻകൂർ ജാമ്യത്തിൽ ഉത്തരവ് വന്ന ശേഷം നടപടി മതി എന്നത് വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച നിലപാടാണ്. മറ്റു നേതാക്കൾ ഷാഫിക്ക് വഴങ്ങിയെന്നും നേതൃത്വം ഷാഫിയുടെ പിടിയിലാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ വിമർശനം. രാഹുലിന്റെ തെറ്റായ ചെയ്തികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവമായി എടുത്തിരുന്ന ആക്ഷേപവും ഷാഫി പറമ്പിലിനെതിരെ ഉയരുന്നുണ്ട്. ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അതിനൊക്കെ ഒരു കാരണക്കാരൻ കൂടി ശ്രീ ഷാഫി പറമ്പിൽ MP ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാതെയില്ല എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായത്. ഷാഫി പറമ്പിലിനെ കുറിച്ച് പരാതി ഉന്നയിച്ചതിന് പിന്നാലെ MA ഷഹനാസിനെ സംസ്കാര സാഹിതിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി. ഇതും ഷാഫിയുടെ ഇടപെടലാണെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്നുയരുന്ന ആക്ഷേപം. വിമർശനമുണ്ടെങ്കിലും സംഘടിതമായ സൈബർ ആക്രമണം ഭയന്ന് പലരും പരസ്യമായി രംഗത്ത് വരാൻ മടിക്കുകയാണ്. 24 തിരുവനന്തപുരം.
24 ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ പ്രതി. ജയിലിലെത്തി പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിനെ ചോദ്യം ചെയ്തു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായ എസ് ജയശ്രീയുടെയും എസ് ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കട്ടളപ്പാളിയിലെ സ്വർണം നഷ്ടപ്പെട്ടതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു എ പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനിടയിലാണ് എ പത്മകുമാറിനെ ജയിലിലെത്തി ഡിസംബർ 2-ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പിന്നാലെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിൽ പത്മകുമാറിനെ പ്രതിയെടുത്ത അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പത്മകുമാറിന്റെ അറിവോടെയാണ് ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം കടത്തുന്ന SITക്ക് തെളിവുകൾ ലഭിച്ചു. രണ്ടാമത്തെ കേസിൽ കൂടി പ്രതി ചേർത്തതോടെ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി ഉടൻ കോടതിയെ സമീപിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം എ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ 6-ാം പ്രതി എസ് ശ്രീകുമാറിനും 4-ാം പ്രതി എസ് ജയശ്രീക്കും മുൻകൂർ ജാമ്യം ലഭിച്ചില്ല. ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് എസ് ശ്രീകുമാർ. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ് എസ് ജയശ്രീ. 24 കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന് FIR ആവശ്യപ്പെട്ട് ഇഡി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ വലിയ പിഴവുണ്ട് എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. അപൂർണമായ അപേക്ഷയനുസരിച്ച് രേഖകൾ നൽകാനാവില്ലെന്നും കാരണം വ്യക്തമാക്കി പുതിയ അപേക്ഷ നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷ്ണു സുരേഷുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്? ഉന്മേഷ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അത് PMLA ആക്ടിന്റെ പരിധിയിൽ വരുമെന്നും അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും തുടരന്വേഷണം വേണമെന്നുമായിരുന്നു ഇഡിയുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ FIR ആവശ്യപ്പെട്ടാണ് റാന്നി കോടതിയിൽ ഇഡി ഹർജി നൽകിയത്. പക്ഷേ റാന്നി കോടതി അത് തള്ളിയിരുന്നു. പിന്നാലെയാണ് ഹൈക്കോടതിയിൽ എത്തിയത്. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുന്നത്. കുറ്റകൃത്യത്തിലൂടെയുള്ള വരുമാനം ഉണ്ടെങ്കിലേ കള്ളപ്പണ കേസിന് പ്രസക്തിയുള്ളൂ എന്ന് പറഞ്ഞു. ഒപ്പം ഇഡി നൽകിയ ഈ ഹർജിയിൽ ചില പിഴവുകളുണ്ട്. അത് പരിഹരിച്ച് വീണ്ടും ഒരു ഹർജി കൂടി നൽകാൻ ഇഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നേരത്തെ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഇഡി അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തില്ല എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പുതിയ ഹർജി ഇഡി ഈ FIR ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെ വെട്ടിലാക്കി പാർലമെന്റ് സ്തംഭനത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് ഡോക്ടർ ശശി തരൂർ MP. മുൻപ് UPA ഭരണത്തിൽ പ്രതിപക്ഷമായിരുന്ന BJP ചെയ്തത് ഇപ്പോഴത്തെ പ്രതിപക്ഷവും ആവർത്തിക്കുന്നു. സർക്കാരിനെ ചോദ്യങ്ങളിലൂടെ മുൾമുനയിൽ നിർത്തേണ്ട പ്രതിപക്ഷം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും ദ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ലേഖനത്തിൽ ശശി തരൂരിന്റെ വിമർശനം. പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ സാന്നിധ്യം കുറവാണെന്നും വിമർശനമുണ്ട്. തുടർച്ചയായുള്ള പാർലമെന്റ് സ്തംഭനത്തിലാണ് ഡോക്ടർ ശശി തരൂർ MPയുടെ വിമർശനം. UPA ഭരണകാലത്ത് BJP ചെയ്തത് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവർത്തിക്കുന്നു. ചർച്ചകളിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിനു പകരം പ്രതിപക്ഷം ബഹളം വെച്ച് നടപടികൾ തടസ്സപ്പെടുത്തുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും പോലെ കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്താനുള്ള അവസരങ്ങൾ പാഴാക്കുന്നു. നഷ്ടം സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നും ശശി തരൂർ. പാർലമെന്റ് സ്തംഭനത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രഖ്യാപനങ്ങൾക്കുള്ള നോട്ടീസ് ബോർഡായും റബ്ബർ സ്റ്റാമ്പായും സർക്കാർ പാർലമെന്റിനെ കണക്കാക്കുന്നു. പ്രധാനമന്ത്രി പാർലമെന്റിനെ അവഗണിക്കുന്നു. തന്റെ നിലപാട് സർക്കാരിനെ പ്രീണിപ്പിക്കാനല്ലെന്നും കൂട്ടായ പുനഃസജ്ജീകരണം ആവശ്യമെന്നും ലേഖനത്തിൽ ശശി തരൂർ MP വ്യക്തമാക്കി. 24 ഡൽഹി. ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടന തിരക്കാണ്. പുലർച്ചെ നട തുറന്ന ശേഷം ഉച്ചവരെ 50,000 ഭക്തർ ദർശനം നടത്തി. മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി. ആകെ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടന്നു. തിരക്ക് കൂടിയെങ്കിലും തീർത്ഥാടകർക്ക് സുഗമ ദർശനം സാധ്യമാകുന്നുണ്ടതിനിടെ സന്നിധാനത്തെ കേരളീയ സദ്യ വിളമ്പുന്നതിൽ നാളെ ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനമെടുക്കും. ഉച്ചഭക്ഷണം പരിഷ്കരിക്കുന്നതിൽ ദേവസ്വം കമ്മീഷണർ ബോർഡിന് റിപ്പോർട്ട് നൽകും. തുടർച്ചയായ 3-ാം ദിവസവും ഇൻഡിഗോ വിമാന സർവീസുകൾ വൈകിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ഡൽഹിയിൽ നിന്നുള്ള 30ഓളം വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കി. വിമാനങ്ങൾ റദ്ദാക്കിയതിലും വൈകിയതിലും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന 30 വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 4 വിമാന സർവീസുകൾ റദ്ദാക്കി. കൊൽക്കത്തയിൽ നിന്നുള്ള 24 വിമാന സർവീസുകൾ വൈകിയതായും റിപ്പോർട്ടുകളുണ്ട്.
അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉൾപ്പെടെ വൈകിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി. തുടർച്ചയായി വിമാന സർവീസുകൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തതിനെ തുടർന്ന് ഇൻഡിഗോയോട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിശദീകരണം തേടി. പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണമെന്ന് DGCA നിർദ്ദേശിച്ചു. സാങ്കേതിക പ്രശ്നമാണെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണമെങ്കിലും പുതുക്കിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ മാനദണ്ഡങ്ങളെ തുടർന്നുണ്ടായ പൈലറ്റുമാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഇൻഡിഗോ അറിയിച്ചു. 24 ഡൽഹി. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക്. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിറഞ്ഞാടി തെയ്യം കലാകാരൻ PV സുരേഷ് ബാബു അഞ്ഞൂറ്റാനാണ് നീലേശ്വരം നഗരസഭയിൽ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ഉത്തര മലബാറിലെ തെയ്യക്കോലത്തിന്റെ തിരക്കുകൾക്കിടയിൽ PV സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ ഇത്തവണ മറ്റൊരംഗത്തിനുകൂടി ഇറങ്ങുകയാണ്. നീലേശ്വരം നഗരസഭയിലെ പട്ടേന വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് തെയ്യം കലാകാരൻ അഞ്ഞൂറ്റാൻ ബാബു. പതിനാലാം വയസ്സു മുതൽ ദൈവരൂപത്തിൽ ഉറഞ്ഞാടി വിശ്വാസികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. നമ്മളിപ്പോൾ ജനങ്ങളെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് ദൈവികപരമായ കാര്യം, ഇത് എൻ്റെ രാഷ്ട്രീയപരമായ കാര്യം. ഇതിൽ പിന്നെ ജയിച്ചാലും രണ്ടും ജനങ്ങൾക്ക് നന്മ വരുന്ന ഒരു സംവിധാനമാണ് ഞാൻ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ജയിച്ചാൽ പ്രതിപക്ഷം ഭരണപക്ഷം എന്നില്ലാതെ എല്ലാവർക്കും സമമായിട്ട് സമഗ്രമായ വികസനത്തിന്, വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതേപോലെ ജനങ്ങൾ എന്നെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നീലേശ്വരം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും പിന്നീട് കൗൺസിലറുമായ സുരേഷ് ബാബുവിന് ഇത് 3ാം അംഗമാണ്. ജനങ്ങളുടെ അനുഗ്രഹത്തോടെ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ് ബാബു. 24 കാസർഗോഡ്.